അപ്പോൾ അസുരഗുരു ശുക്രാചാര്യരുടെ മകൾ ദേവയാനിയും ഇതിനകം ദേവയാനിയുടെ ദാസിയായി കഴിഞ്ഞ അസുര ചക്രവർത്തി വൃഷഭർവാവിൻ്റെ മകൾ ശർമ്മിഷ്ഠയും തോഴിമാരും കൂടി വീണ്ടും അവർ പഴയ കുളിക്കാൻ പോയ സ്ഥലത്ത് ചെന്നപ്പോൾ ദേവയാനി ഇങ്ങനെ രാജപദവിയിലിരുന്ന് ശർമ്മിഷ്ഠയോട് ആജ്ഞാപിക്കുകയാണ്. അത് കൊണ്ടുവരൂ, ഷാമ്പു കൊണ്ടുവരൂ, എണ്ണ കൊണ്ടുവരൂ, താളി കൊണ്ടുവരൂ, സോപ്പ് കൊണ്ടുവരൂ, കുളിക്കട്ടെ എന്നൊക്കെ പറഞ്ഞിങ്ങനെ കാലുമ്മ എണ്ണ തടവി തരൂ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഇരിക്കുമ്പോൾ പഴയ രാജാവ് ദേവയാനിയെ പൊട്ടക്കിണറ്റിൽ നിന്ന് കയറ്റിയ രാജാവ് യയാതി വീണ്ടും അവിടെ വന്നു. അദ്ദേഹം നായാട്ടിന് വന്നതാണ്, കുതിരകൾക്ക് വെള്ളം കൊടുക്കാൻ വന്നു. എന്തത് ദേവയാനിയല്ലേ? അതെ, ഞാൻ അന്ന് പൊട്ടക്കിണറ്റിന്ന് അതെ അതെ അതെ. ഇതിപ്പോൾ എന്താ ഇങ്ങനെ? മറ്റേതാരാ? അത് ശർമ്മിഷ്ഠ, അസുര ചക്രവർത്തിയുടെ മകളാ. അതെ, ഇപ്പം അവളെ എൻ്റെ ദാസിയാ. ദാസിയോ? അന്നേ പൊട്ടക്കിണറ്റിൽ ഇവള് തള്ളിയിട്ടതാ. അപ്പം ഞാൻ അച്ഛനോട് പറഞ്ഞ അവളെ എൻ്റെ ദാസിയാക്കി. ഓ, അത് ശരി. ഇപ്പം രാജാവ് നോക്കിയപ്പോൾ ശർമ്മിഷ്ഠ ദേവയാനിയൊക്കെ സുന്ദരിയാ. എന്തെങ്കിലും ആയിട്ടൊന്നും പറഞ്ഞില്ല. അത് ശരി, ഇപ്പം മനസ്സിലായി. അപ്പം രാജാവേ, ആര് പറഞ്ഞു? ദേവയാനി. യയാതിയല്ലേ അങ്ങ്? അതെ അതെ, ഞാൻ യയാതിയാണ്. എന്നെ അങ്ങ് കല്യാണം കഴിക്കണം കേട്ടാ, ഗ്രഹപ്പഴേ. അതിപ്പോൾ എങ്ങനെ പറ്റും ദേവയാനി? എന്താ കുഴപ്പം? എനിക്ക് അങ്ങേ ഇഷ്ടമാണ്, കല്യാണം കഴിക്കാം. അല്ല, അതിലൊരു ജാതി പ്രശ്നം വരും. എന്താ അത്? ഞാനൊരു ക്ഷത്രിയനാ. അതെ, രാജാവാണല്ലോ. മറ്റേ ദേവയാനി ബ്രാഹ്മണ, ശുക്രാചാര്യർ ബ്രാഹ്മണനാ, അസുരന്മാരുടെ ഗുരുവാണെങ്കിൽ അദ്ദേഹം ബ്രാഹ്മണനാണ്. ഒരു ക്ഷത്രിയനായ പുരുഷൻ ബ്രാഹ്മണ കന്യക വേൾക്കാൻ പാടില്ല, അങ്ങനെയല്ലേ ശാസ്ത്രം. ശാസ്ത്രം കാര്യമില്ല, ഞാൻ ചെയ്യില്ല പറഞ്ഞു. ആര്? യയാതി. അല്ല, വേറെ കുഴപ്പമൊന്നും ഉണ്ടാവില്ല, ഞാൻ എൻ്റെ അച്ഛനോട് പറഞ്ഞ് അത് ശരിയാക്കാം. അച്ഛനാള് പോയി ശുക്രാചാര്യർക്ക്. ഇതിപ്പോൾ വനത്തിലാണ് സംഭവിക്കണത്. ശുക്രാചാര്യർ വന്നു. എന്താ അച്ഛാ, ഈ യയാതിയാണ് എന്നെ പൊട്ടക്കിണറ്റിൽ നിന്ന്, ശർമ്മിഷ്ഠ എന്നെ കിണറ്റിൽ തള്ളിയിട്ടപ്പോൾ അവിടുന്ന് കയറ്റി രക്ഷിച്ചത് ഈ യയാതിയാ. അതെയോ? നമസ്കാരം. എനിക്ക് യയാതിയെ കല്യാണം കഴിക്കണം. പക്ഷെ രാജാവ് സമ്മതിക്കുന്നില്ല. എന്താ രാജാവേ തടസ്സം? അല്ല, അതിപ്പോൾ അങ്ങേക്ക് അറിയാലോ, ഞാൻ ക്ഷത്രിയനും ദേവയാനി അങ്ങയുടെ മകള് ബ്രാഹ്മണ സ്ത്രീയാണ്. ഞാൻ എങ്ങനെ കല്യാണം കഴിക്കും? ശാസ്ത്രവിരുദ്ധമില്ലേ? അങ്ങേക്ക് എൻ്റെ മകളെ കല്യാണം കഴിക്കാൻ ഞാൻ അനുവാദം തന്നിരിക്കുന്നു, ഒരു പ്രശ്നമില്ല, കല്യാണം കഴിച്ചോളൂ. അപ്പം പിന്നെ യയാതിക്ക് നിവൃത്തിയില്ല, കല്യാണം കഴിക്കാം. യയാതി. അങ്ങനെ യയാതിയുടെയും അതുപോലെ ഈ ദേവയാനിയുടെയും വിവാഹം ഇടിപൊടിയായിട്ട് അങ്ങോട്ട് നടത്തി. ചെറിയ വിവാഹമല്ല, കാരണം യയാതി എന്ന് പറഞ്ഞ രാജാവാണ്. അതെ, അദ്ദേഹത്തിൻ്റെ വിവാഹമൊക്കെ നടത്തി. പക്ഷേ ശുക്രാചാര്യൻ ഒരു കാര്യം യയാതിയോട് പറഞ്ഞു. എന്താ വെച്ചാൽ, എൻ്റെ മകള് ദേവയാനി അങ്ങ് കല്യാണം കഴിച്ചോളൂ, പക്ഷെ അവളുടെ തോഴിയാണ് ശർമ്മിഷ്ഠ. അതെ, അവളെ കൂടെ കിടക്കാൻ വിളിക്കരുത് കേട്ടോ. അങ്ങ് യയാതി ദേവയാനിയെ മാരി ചെയ്തോളൂ, കല്യാണം കഴിച്ചോളൂ, കുഴപ്പമില്ല. പക്ഷെ അവളുടെ തോഴി ശർമ്മിഷ്ഠയായിട്ട് ഒരിക്കലും സഹശയനം നടത്തരുത്, കൂടെ കിടക്കാൻ വിളിക്കരുത് തന്നെയാണ് പറഞ്ഞു. അത് ഞാൻ ചെയ്യില്ല. എന്നാ പോക്കോളോ എന്ന് പറഞ്ഞ് കല്യാണമൊക്കെ കഴിച്ച് ഗംഭീര പിട്ടി കല്യാണം, തവിട്ട് പിടി സദ്യ അടിപിട്ടി കല്യാണമൊക്കെ നടത്തി. ഈ യയാതി ദേവയാനിയും, അപ്പം ശർമ്മിഷ്ഠ മുമ്പ് പറഞ്ഞിട്ടുണ്ട് ദേവയാനിയെ ആർക്ക് വിവാഹം കഴിച്ചു കൊടുക്കുന്നു, അയാളുടെ കൂടി ദാസിയാവാഞ്ഞാന്ന്. എല്ലാവരും കൂടി യയാതിയുടെ കൊട്ടാരത്തിലേക്ക് പോയി. ദേവയാനിക്ക് രാജപത്നിയല്ലേ, കൊട്ടാരത്തിൽ താമസിക്കാം. പക്ഷേ ഈ ശർമ്മിഷ്ഠ അവിടെ താമസിക്കും. ശർമ്മിഷ്ഠ പരമാവധി ചവിട്ടുക എന്നുള്ളത് ആരുടെ ലക്ഷ്യമാണ്? ദേവയാനിയുടെ. അങ്ങനെയാണല്ലോ വഴക്ക്. അപ്പോൾ ശർമ്മിഷ്ഠ അവിടെ താമസിപ്പിക്കും. നോക്കിയപ്പോൾ അവിടെ ഒരു അശോക വൃക്ഷമുണ്ട്, അതിൻ്റെ അടുത്തൊരു ബംഗ്ലാവുണ്ട്, ഔട്ട് ഹൗസ്. അവിടെ താമസിച്ചോട്ടെ ശർമ്മിഷ്ഠ, സൗകര്യങ്ങളൊക്കെ ഉണ്ട്, അതൊന്നും ഇല്ല. എന്നാൽ അവിടെ താമസിച്ചോളോ എന്ന് പറഞ്ഞു. ശർമ്മിഷ്ഠ ഔട്ട് ഹൗസിലാക്കി. ദേവയാനിയും രാജാവും കൊട്ടാരത്തിൽ ഹണിമൂൺ ആരംഭിച്ചു. കുറച്ച് കാലം ഇങ്ങനെ കഴിഞ്ഞപ്പോൾ ദേവയാനിക്ക് ഒരു മകൻ ഉണ്ടായി. ആ മകൻ്റെ പേര്, 2 മക്കളുണ്ടായി ശരിക്കും രാജാവിന്. ദേവയാനിയിൽ മറ്റേ യയാതിക്ക് 2 മക്കളുണ്ട്. ആദ്യം ഉണ്ടായവൻ യദു, രണ്ടാമതുണ്ടായവൻ തുർവസു. രണ്ടാമത്തെ പേര് കുറച്ച് വിഷമാണ്. യദു കുഴപ്പമില്ല, ആദ്യത്തെ മകൻ യദു. പിന്നെ രണ്ടാമത്തെ തുർവസു. തുർവസു കുറച്ച് വിഷമാണ്. പോട്ടെ, അങ്ങനെ അങ്ങോട്ട് 2 മക്കളുണ്ടായി എന്ന് പറഞ്ഞാൽ പോരാ. ദേവയാനി മറ്റേ ഇയാളുടെ ഭാര്യയാണ്, യയാതിയുടെ 2 മക്കളുണ്ടായി, യദു തുർവസു, ഓക്കെ, നോ പ്രോബ്ലം. പക്ഷേ അപ്പുറത്ത് ശർമ്മിഷ്ഠയുണ്ട്. ദേവയാനിക്ക് മക്കളുണ്ടായി, ആയിത്തമ്മ ഉണ്ടായി എന്ന് കണ്ടപ്പോൾ തന്നെ ശർമ്മിഷ്ഠയ്ക്ക് എൻ്റെ യൗവനം വെറുതെ പോവല്ലേ,
ഒരു കാര്യം ചെയ്യാം, ഈ രാജാവിനോട് എനിക്കൊരു പുത്രനെ തരാൻ പറയാം എന്ന് പറഞ്ഞു. അപ്പോൾ ശുക്രൻ പറഞ്ഞിട്ടുണ്ട് ഒരു കാരണവശാലും ആ ഏർപ്പാടിന് പോകരുതെന്ന്. അപ്പോൾ ഒരു ദിവസം ആരും ഇല്ലാത്ത സമയത്ത് ശർമ്മിഷ്ഠ പോയിട്ട് യദുവിനോട് പറഞ്ഞു, എനിക്ക് അങ്ങോട്ട് സ്വകാര്യമായിട്ടൊരു കാര്യം പറയാം. മോഹൻലാൽ ആറാം തമ്പുരാനിൽ നരേന്ദ്രപ്രസാദ് മറ്റേ കൊളപ്പുള്ളി അപ്പനോട് പറഞ്ഞില്ലേ, എനിക്ക് തമ്പുരാനോട് മാത്രമായിട്ട് ചിലത് പറയാണ്ട് കേൾക്കാൻ മനസ്സുണ്ടാവണം എന്ന്. അതേമാതിരി ശർമ്മിഷ്ഠ പോയിട്ട് യയാദിവ് പറഞ്ഞു, എനിക്ക് ചക്രവർത്തിയോട് മാത്രമായിട്ട് ചിലത് പറയാണ്ട് കേൾക്കാൻ മനസ്സുണ്ടാവണം. എന്താ പറയാനുള്ളത്? പറഞ്ഞോളൂ. എനിക്ക് അങ്ങയിൽ നിന്നൊരു പുത്രൻ ഉണ്ടാവണം. അയ്യോ ചെറിയ കാര്യമല്ലല്ലോ, അപകടം പിടിച്ച കാര്യമാണല്ലോ ശർമ്മിഷ്ഠ നീ ആവശ്യപ്പെടുന്നത്. പക്ഷെ രാജാവിന് ഈ ദേവയാനിയേക്കാൾ സുന്ദരി ശർമ്മിഷ്ഠയാന്നൊരു തോന്നൽ ആദ്യം മുതലൊക്കെ കണ്ട മുതലൊക്കെ തന്നെ ഈ യയാതിക്ക് ഉണ്ട് കേട്ടോ. അതവിടെ നിൽക്കട്ടെ. പക്ഷെ അദ്ദേഹത്തിന് അങ്ങനെ അങ്ങോട്ട് പ്രവർത്തിക്കാൻ പറ്റില്ല. കാരണം എന്താ വെച്ചാൽ ശുക്രൻ ഉഗ്രപ്രതാപി വിലക്കിണ്ട് ശർമ്മിഷ്ഠ കൂടെ കിടക്കാൻ വിളിക്കരുതെന്ന്. ഞാൻ ഇപ്പം എന്താ ചെയ്യുക, വൃത്തിയില്ല. അപ്പോൾ ശർമ്മിഷ്ഠ കുറേ ന്യായം പറഞ്ഞു. ഈ ന്യായീകരണ തൊഴിലാളികളുണ്ട് ഇപ്പോൾ നമ്മുടെ യജമാനന്മാർ എന്ത് തെറ്റ് ചെയ്താലും അതിനെ ന്യായീകരിക്കുക. അപ്പോൾ ശർമ്മിഷ്ഠയ്ക്ക് ന്യായീകരണ തൊഴിലാളിയൊന്നുമില്ല, ശർമ്മിഷ്ഠ തന്നെ ന്യായീകരിക്കാൻ തുടങ്ങി. എന്താ, അങ്ങ് വിവാഹം കഴിച്ച ദേവയാനിയുടെ ദാസിയല്ല ഞാൻ? അതെ. അപ്പോൾ ദാസി വിവാഹം കഴിച്ച പോലെ തന്നെയാണ്, അതായത് ദേവയാനി അങ്ങയുടെ ഭാര്യയാണ്, ദാസിയും അങ്ങയുടെ ഭാര്യ തന്നെയാണ്. അങ്ങനെ ഒരു പ്രമാണം ഉണ്ടല്ലേ. അപ്പോൾ രാജാവിന് കുറേശ്ശെ, കാരണം ഈ ശർമ്മിഷ്ഠ സുന്ദരിയാണേ. എന്തിനു പറയണു? ഒന്നും രണ്ടും പറഞ്ഞ് ഈ ശർമ്മിഷ്ഠ രാജാവിനെ കീശലാക്കി, പോക്കറ്റിലാക്കി രണ്ടുപേരും കൂടി സഹശയനം നടന്നു. ശർമ്മിഷ്ഠയ്ക്ക് 3 മക്കളുണ്ടായി. അതാണ് ദേവയാനിക്ക് 2 മക്കളുണ്ടായിട്ടുള്ളൂ. യദു, തുർവസു. ശർമ്മിഷ്ഠയ്ക്ക് ദ്രുഹ്യു, അനുദ്രുഹ്യു, പൂരു, അങ്ങനെ 3 മക്കളുണ്ടായി. ക്രമത്തിലുണ്ടാവണം, ഒരു ഒറ്റ അടിക്കുണ്ടായതല്ല. അപ്പോൾ ആദ്യത്തെ മോൻ ഉണ്ടായിപ്പോൾ ദേവയാനി കേട്ടു, എന്ത് ശർമ്മിഷ്ഠയ്ക്ക് മകൻ ഉണ്ടായോ? ശർമ്മിഷ്ഠ നിൻ്റെ അല്ലേ ഈ മോൻ? അതെ. അവൻ നിനക്ക് എവിടെ നിന്നുണ്ടായി? അവൻ്റെ അച്ഛനാരാ? എൻ്റെ ദേവയാനി ഒന്നും പറയണ്ട, അവൻ്റെ അച്ഛനെ ഒരു ബ്രാഹ്മണനാ. അയാളുടെ ആധാർ കാർഡ് എടുക്കും. ആ ബ്രാഹ്മണൻ്റെ ആധാർ കാർഡ് എടുക്കും. എനിക്ക് അയാളുടെ ഐ വോണ്ട് ടു നോ ഹിസ് വെയർ അബൌട്ട്സ്. അയാൾ ആരാണ്, എന്താണ്, എവിടെ നിന്ന് വന്നു, നിനക്ക് ആരിൽ നിന്ന് സന്താനം ഉണ്ടായി, അതെനിക്കറിയണം, നീ എൻ്റെ ദാസിയല്ലേ. ആധാർ കാർഡ് ഇല്ല. എന്താ വെച്ചാൽ ആ ബ്രാഹ്മണൻ വലിയ തേജസ്വിയായിട്ടൊരു ബ്രാഹ്മണനായിരുന്നു. അദ്ദേഹത്തെ കണ്ടപ്പോൾ പിന്നെ ഞാനൊന്നും നോക്കിയില്ല. എന്തിനു പറഞ്ഞു, ഒരു കുട്ടിയുണ്ടായി. ശരി, ഇത് വിശ്വസിക്കാം, ഞാൻ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞു ആരെ ദേവയാനി. അപ്പോൾ ഒരു കുട്ടി ഉണ്ടായിട്ടുള്ളൂ, ക്രമത്തിൽ 2 കുട്ടി കൂടി ഉണ്ടായി, 3 കുട്ടികളുണ്ടായി ശർമ്മിഷ്ഠയിലെ. ദ്രുഹ്യു, അനുദ്രുഹ്യു, പൂരു. അപ്പുറത്ത് 2 ഉണ്ട്, യദു, തുർവസു. ഈ 3 കുട്ടികളെയും കൂടിയിട്ട് ശർമ്മിഷ്ഠയും കൂടിയിട്ട് ഒരു ദിവസം കൊട്ടാരത്തിലെ ഉദ്യാനത്തിൽ വെച്ച് ദേവയാനി പിടിച്ചു. ദേവയാനിയും ശുക്രാചാര്യരും കൂടി ഉദ്യാനത്തിൽ നടക്കുമ്പോൾ ഈ 3 പിള്ളേരുണ്ട് അവിടെ കളിക്കുന്നു. പിള്ളേരെ, നിങ്ങൾ ആരുടെ മക്കളാ? നിങ്ങളുടെ അച്ഛനാരാ? ശർമ്മിഷ്ഠയുടെ മക്കളല്ലേ? അതെ. നിങ്ങളുടെ അച്ഛനാരാ എന്ന് പറഞ്ഞപ്പോൾ ഈ പിള്ളേർ യയാതി ദേ നിൽക്കണം ഞങ്ങളുടെ അച്ഛൻ എന്ന് യയാതിയെ ചൂണ്ടിക്കാട്ടി. അപ്പം ഇളകില്ലേ ദേവയാനിക്ക് കോപം. ശർമ്മിഷ്ഠയ്ക്ക് 3 മക്കളുണ്ടായി അങ്ങനെയെന്നല്ലേ, എൻ്റെ അച്ഛൻ അങ്ങോട്ട് പറഞ്ഞിട്ടില്ലേ ശർമ്മിഷ്ഠ കൂടെ കിടക്കാൻ വിളിക്കരുതെന്ന്? അങ്ങനെ പറ്റിപ്പോയി. ഇനി ഞാൻ ഇവിടെ താമസിക്കില്ല എന്ന് പറഞ്ഞ് ദേവയാനി ശുക്രൻ്റെ അടുത്തേക്ക് പോയി. വൃഷഭർമാവിൻ്റെ കൊട്ടാരത്തിലേക്ക് വിട്ടു. അശ്വര ചക്രവർത്തിയുടെ അവിടെയാണ് ശുക്രാചാര്യർ. അച്ഛാ ചതിച്ചു, ചതിച്ചു. അച്ഛൻ പറഞ്ഞില്ലേ യയാതിയോട് മറ്റേ ശർമ്മിഷ്ഠയൊക്കെ ഇവിടെ കിടക്കാൻ വിളിക്കരുത്? അത് ഞാൻ പറഞ്ഞല്ലോ. പിന്നെന്താ, അവളിൽ യയാതിക്ക് 3 മക്കളുണ്ടായി. എന്താ, എൻ്റെ വാക്കിനെ യയാതി ധിക്കരിച്ചു അച്ഛാ. ഞാൻ ഇങ്ങോട്ട് പോവില്ല, ഞാൻ സമ്മതം ഒഴിഞ്ഞു, ഞാൻ മറ്റേ ഡൈവേഴ്സായി ഞാൻ പോവില്ലാറ്. ഇത് കേട്ടിട്ട് ശുക്രൻ ഒരു വരവഞ്ഞു വന്നു. എവിടേക്ക്? യയാതിയോട് പറഞ്ഞു, ഞാൻ അങ്ങയോട് പറഞ്ഞിട്ടില്ലേ ശർമ്മിഷ്ഠയുടെ കൂടെ കിടക്കരുതെന്ന്? പിന്നെ അങ്ങേക്ക് ശർമ്മിഷ്ഠയിൽ എങ്ങനെ മക്കളുണ്ടായി? അങ്ങനെ പറ്റിപ്പോയി, അങ്ങനെ പറ്റിപ്പോയി എന്ന് പറഞ്ഞു.